നമസ്കാരം. കേരളം കണ്ട ഏറ്റവും സുഖലോലുപനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ സുരക്ഷയും അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതവും അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശ യാത്രകളുമൊക്കെ നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തന്നെയുള്ള സുരക്ഷയെക്കുറിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ എല്ലാം ഒരു ദൂഷ്യഫലം നമ്മളൊക്കെ അനുഭവിച്ചതാണ്. കാരണം മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതയിലൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ എത്രയോ അടി ദൂരെ മാറി നിൽക്കേണ്ട അവസ്ഥയാണ്. അതും ചിലപ്പോൾ മണിക്കൂറുകളോളം പോലും പൊരിവെയിലത്തും പെരുമഴയത്തുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ മുഖ്യമന്ത്രിക്ക് കടന്നു പോകാൻ വേണ്ടി കാത്തുനിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ സംഭവിച്ചത്. കൊല്ലം നെടുവത്തൂരിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനും ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനുമൊക്കെ പിണറായി വിജയൻ സാർ അങ്ങോട്ടേക്ക് എഴുന്നള്ളുകയുണ്ടായി. ഈ എഴുന്നള്ളലിൽ 525 പോലീസുകാരുടെ അധിക സുരക്ഷയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. അദ്ദേഹം കടന്നു പോകുന്ന തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ എല്ലാ സ്റ്റേഷനുകളിലെയും പോലീസുകാരെയും അതുപോലെ അദ്ദേഹം കടന്നു പോകുന്ന എഴുന്നള്ളി പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാ സ്റ്റേഷനുകളിലെ പോലീസുകാരെയും ഇതിനു വേണ്ടി നിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള അനുവാദമില്ല. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് പ്രത്യേക സുരക്ഷ. അതുമാത്രമല്ല, ഈ മുഖ്യമന്ത്രി കടന്നു പോകുന്ന പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു റൂട്ട് കൂടി ഉണ്ടാക്കി വയ്ക്കുക, ഹെലിപ്പാഡ് സജ്ജീകരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള വിചിത്രമായ പദ്ധതികളുമൊക്കെ ഇന്നലെ നടപ്പിലാക്കിയിരുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും തീവ്രവാദികളുടെയും മാവോയിസ്റ്റുകളുടെയും ഒക്കെ ഭീഷണിയുണ്ടെന്നുള്ള കൊല്ലം SP-യുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നുള്ളതായിരുന്നു ഏറ്റവും വിചിത്രമായിട്ടുള്ളൊരു കാര്യം. പൊന്മുടി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറൊക്കെ ആയിരുന്നു അവിടെ കോളേജിൽ ഈ ബ്ലോക്കിൻ്റെ ചുമതല. ഈ കഴിഞ്ഞ 12-ാം തീയതി തന്നെ ഈ പോലീസുകാരെല്ലാം അവിടെ സന്നഹിതരായിരുന്നു. കാരണം മുഖ്യമന്ത്രി എഴുന്നള്ളുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജീകരിക്കണമല്ലോ. അതുകൊണ്ട് അവരൊക്കെ 12-ാം തീയതി തന്നെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തിരിച്ചു പോകുന്നതിന് ശേഷമാണ് അവർക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ, രാത്രിയോടുകൂടി വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള അനുവാദം കിട്ടിയത്. അദ്ദേഹം കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ 10 മിനിറ്റോളം ഈ വാഹനങ്ങളൊക്കെ തടഞ്ഞിട്ടിരുന്നു ഇന്നലെ രാത്രി. ഈ തടഞ്ഞിരുന്നത് നമുക്കറിയാം, ഈ കൊല്ലം പത്തനംതിട്ട ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ശബരിമല സീസണാണ്. അയ്യപ്പ ഭക്തരൊക്കെ പല നാടുകളിൽ നിന്ന് അതുവഴിയൊക്കെ കടന്നു പോകുന്നവരാണ്. ഈ അയ്യപ്പ ഭക്തർ പോലും ഈ തരത്തിൽ ബ്ലോക്കിൽപ്പെട്ട് ബുദ്ധിമുട്ടി. അതായത് ഒന്ന് ഓർത്തു നോക്കൂ, ഒരു വ്യക്തിക്ക് വേണ്ടി, നാട് ഭരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു നെറികേടുകളൊക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ്. 3.5 കോടിയിലധികം ജനങ്ങളുണ്ട് കേരളത്തിൽ. ആ ജനങ്ങളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണം പിണറായി വിജയൻ സാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഗസ്റ്റ് ഹൗസുകളും റെസ്റ്റ് ഹൗസുകളും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി സജ്ജീകരിച്ചിരുന്നു. കൊട്ടാരക്കര ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ ഈ തരത്തിൽ വളരെയധികം സുരക്ഷയാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിരുന്നത്. നോക്കൂ, തൊഴിലാളി വർഗ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് വയ്പ. പലരുടെയും നൂറുകണക്കിന് തൊഴിലിടങ്ങൾ കൊടികുത്തി പൂട്ടിച്ചും നൂറുകണക്കിന് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിലില്ലാതെ ആക്കിയുമൊക്കെയാണ് പിണറായി വിജയൻ സാറിനെ പോലെയുള്ള നേതാക്കൾ ഇന്ന് ഈ സ്ഥാനത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ആന്തൂരിലെ സാജൻ്റെ അവസ്ഥ. ഒരു പ്രവാസിയായ സാജൻ ഒരു വ്യക്തി മാത്രമാണ്. അങ്ങനെ എത്രയോ പേരുടെ ജീവനും ജീവിതോപാധിയും കുടുംബങ്ങളെയും തകർത്തെറിഞ്ഞ നശിച്ചൊരു പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിലൂടെ ഇപ്പോഴും തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിണറായി വിജയനെ പോലെയുള്ള ഒരു ഭരണാധികാരി അധികാരത്തിലിരിക്കുന്നത് എന്നുള്ളതാണ്. പൊഴിയൂർ, പാറശാല, മാരായമുട്ടം, വിളപ്പിൽശാല, ആറ്റിങ്ങൽ, മംഗലാപുരം, മലയൻകീഴ്, വെഞ്ഞാറമൂട്, വർക്കല, വിതുര, പോത്തൻകോട്, പാലോട് എന്നീ സ്റ്റേഷനുകളിലെയൊക്കെ പോലീസുകാർക്ക് ഇത്തരത്തിൽ പിണറായി വിജയൻ സാറിന് വേണ്ടിയുള്ള അധിക ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 525 പോലീസുകാരുടെ അധിക ഡ്യൂട്ടിയാണ് ഇട്ടിരുന്നത്. നോക്കൂ, കേരളത്തിൽ സാധാരണക്കാരന് നീതി കിട്ടേണ്ട, അതായത് പോലീസുകാർക്ക് ജോലിഭാരം കൂടുതലാണെന്നാണ് പറയുന്നത്. ആ ജോലിഭാരം കാരണം എത്രയോ പേർ ഈ ഒരു ജോലി വിട്ടുപോയി, എത്രയോ പേർ ആത്മഹത്യയിലേക്ക് പോയി, ഒളിച്ചോടിപ്പോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനൊന്നുമില്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി, ഒന്ന് ഓർത്ത് നോക്കൂ, ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പൊതുജനങ്ങളെ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ഒരു സേന, അത് മഹത്തായ ഒരു സേനയാണ്. കാരണം ലോകത്തിലെ തന്നെ അന്വേഷണ മികവിൻ്റെയൊക്കെ കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരുള്ള സേനയാണ് നമ്മുടെ കേരള പോലീസിൻ്റെ സേന. എന്നാൽ അവർക്ക് പലപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതിനൊക്കെ കാരണം ഇത്തരത്തിലുള്ള ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ് മറ്റൊരു വശം. ഇനി അതുപോലെ അടിമകളായ കുറേ പോലീസുകാരുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് സമർത്ഥരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ പോലീസ് സേനയെ പോലും അവഹേളിക്കുന്ന തരത്തിൽ, കാരണം അവരൊക്കെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെടുന്നു എന്ന് വരുമ്പോൾ ഈ പറയുന്ന സാധാരണക്കാർക്ക് നീതിയൊന്നും വേണ്ടേ? സാധാരണക്കാരന് ഇവിടെ പെൻഷനില്ല, ക്ഷേമ പെൻഷനില്ല, വിധവാ പെൻഷനില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. പരസ്യവാചകങ്ങളിൽ മാത്രം മതിയോ കേരളത്തിൽ എല്ലാം നമ്പർ 1 ആണെന്നുള്ള കാര്യം? ഈ താഴെത്തട്ടിൽ പോലും, അതായത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി താഴെത്തട്ടിൽ പോലും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ അതിലൊന്നും കൂസുന്നില്ല എന്നുള്ളതാണ്.
ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ഈ സാധാരണക്കാരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത്? നോക്കൂ, ഇത്രയും സുഖലോലുപനായ മറ്റൊരു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് വെറുതെ ഇട്ടിട്ടുണ്ട്. 85 ലക്ഷം രൂപ കൊടുത്ത് ഒരു മാസം 85 ലക്ഷം രൂപയാണ് പിണറായി വിജയൻ സാറിൻ്റെ ഈ ഹെലികോപ്റ്ററിനായി വാടക കൊടുക്കുന്നത്. ഒരു മാസം ഒരു തവണയെങ്കിലും ഈ ഹെലികോപ്റ്റർ പറക്കുന്നുണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 22 കോടിയിലധികം രൂപയാണ് ഒരു വർഷത്തെ ഹെലികോപ്റ്റർ വാടകയായി കൊടുത്തത്. എന്തിനായിരുന്നു അത്? അത്തരത്തിലുള്ള ധൂർത്തുകളൊക്കെയല്ലേ കേരളത്തെ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത്? അപ്പോൾ വിമർശിക്കുന്നവരെയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെയും അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഒക്കെ കള്ളക്കേസെടുത്തും കയ്യൂക്കിൻ്റെ ബലത്തിൽ കൈകാര്യം ചെയ്തും വായടപ്പിക്കാമെന്നുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ SFI DYFI ഗുണ്ടകളെ ഉപയോഗിച്ചുമൊക്കെ CPM ചെയ്തിരിക്കുന്നത്. പക്ഷേ CPM തന്നെ ഇപ്പോൾ വളരെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ സുഖലോലുപതയിലുള്ള ജീവിതത്തിനെയും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ വളരെ രൂക്ഷമായ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത്. പക്ഷേ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണണം. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇദ്ദേഹത്തിന് രാജിവെച്ചിട്ട് വീട്ടിൽ പോയി ഇരുന്നാൽ പോരെ? 79 വയസ്സായില്ലേ? അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇത്രയും നാൾ അദ്ദേഹം ഒരു ഭരണാധികാരി സുഖിക്കാവുന്നതിൻ്റെ അങ്ങേ അറ്റം അദ്ദേഹം സുഖിച്ചില്ലേ? അദ്ദേഹവും കുടുംബാംഗങ്ങളും സുഖിച്ചില്ലേ? സമ്പാദിച്ചില്ലേ? അപ്പോൾ ഇനിയെങ്കിലും അദ്ദേഹം എന്തിനാണ് ഈ ജനങ്ങളെ ഇനി എന്നെ വോട്ട് കുത്തി എന്നെ ഇത്രയും, കാരണം ഒരു സാധാരണ കള്ളുചെത്ത് തൊഴിലാളിയുടെ മകനായി ജനിച്ച് ആ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടിയിരുന്ന എന്നെ ഇത്തരത്തിലാക്കിയത് ലോകത്തിലെ പല രാജ്യങ്ങളും കാണിച്ചു തന്നത് എനിക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പാടില്ല സ്ഥലങ്ങളിലൊക്കെ, അതായത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടന്നു ചെല്ലാൻ വഴിയൊരുക്കി തന്ന ഈ നാട്ടിലെ ജനങ്ങളല്ലേ? ആ ജനങ്ങളോട് ഞാൻ ഇനിയെങ്കിലും ഈ വയസ്സുകാലത്തെങ്കിലും ഒരു നീതി കാണിക്കണ്ടേ? ഞാൻ രാജിവെച്ച് ഒന്നുകിൽ ഈ വേറെ എവിടെയെങ്കിലും അദ്ദേഹത്തിന് വിശ്രമ ജീവിതം നയിക്കാം. അങ്ങനെയെങ്കിലും ചെയ്യാനുള്ള ഒരു കരുണ പിണറായി വിജയൻ സാർ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. കള്ളക്കേസല്ല, ഇനി ഏതൊരു രീതിയിൽ ഞങ്ങളെ നിശബ്ദരാക്കാൻ നോക്കിയാലും എല്ലാവരും നിശബ്ദരായിരിക്കില്ല സാർ. കണ്ടിരിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഇവിടെ 80-90 വയസ്സായ സാധാരണ വൃദ്ധജനങ്ങൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് സാർ. അവരെയൊക്കെ കാണുമ്പോൾ ഇതൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം, ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ഈ സമൂഹത്തിന് മാത്രമല്ല ഈ പാർട്ടിക്ക് തന്നെ, CPM എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരു മഹത്തായ പ്രസ്ഥാനമായിരുന്നു പണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എങ്കിൽ പോലും ആ പ്രസ്ഥാനത്തിൻ്റെ നാശത്തിന് മാത്രമേ ഈ ഒരു മുഖ്യമന്ത്രി ഉപകരിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം 525 പോലീസുകാരുടെ അധിക സുരക്ഷയൊക്കെ ഒരുക്കി ഒരാൾ ഒരു ഭദ്രദീപം കൊളുത്താൻ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പരം അപഹാസ്യമായ മറ്റെന്താണുള്ളത്? അതും കടം കയറി മുടിഞ്ഞ് നാമാവശേഷമായിരിക്കുന്ന കേരളത്തിൽ.